ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് കുറേ വർഷങ്ങളായിട്ട് പല രാജ്യങ്ങൾ, അതായത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും ഈ ജോർജ് സോറസും അതുപോലെ തന്നെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എല്ലാം തന്നെ ആ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ മാറ്റാൻ വേണ്ടിയുള്ള എല്ലാവിധ തന്ത്രപരമായിട്ടുള്ള ചതികളും നടത്തിക്കൊണ്ട് ഇവർ ഓരോ ഗെയിമുകൾ കളിക്കുന്നതെല്ലാം വിമർശിക്കുന്നതാണ്. ഇപ്പോൾ അതെല്ലാം തന്നെ സത്യമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ബൈഡൻ എന്ന് പറയുന്ന ഈ ഒരു അഡ്മിനിസ്ട്രേഷന് വെറും 15 ദിവസമേ ഉള്ളൂ കാലാവധി. അപ്പോൾ ഈ 15 ദിവസം പോലുമില്ല, ഇനി നോക്കുകയാണെങ്കിൽ വെറും 14-13 ദിവസങ്ങൾ മാത്രമോ ബൈഡന്റെ മുന്നിൽ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ബൈഡൻ ശ്രമിക്കുന്നത് പരമാവധി ലോകത്ത് എന്തെല്ലാം ക്രമസമാധാനം നശിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ ഒരു ലോകത്ത് അതായത് യുദ്ധങ്ങൾ തുടങ്ങി വെക്കാൻ പറ്റുമോ ഉള്ള രീതിയെല്ലാം തന്നെയാണ് അദ്ദേഹം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ബെസ്റ്റ് ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട്, അതായത് ബൈഡൻ പോകുന്നതിന് മുമ്പ് വെറും 10 ദിവസം കൊണ്ട് ഇറാൻ ആണവായുധം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെതിരെ ശക്തമായ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനൊരു അറ്റാക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഈ ഒരു അറ്റാക്ക് അവോയ്ഡ് ചെയ്താണ്, പല സെക്യൂരിറ്റി റീസൺസും പറഞ്ഞുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു അറ്റാക്ക് ട്രംപ് വരുമ്പോഴും അത് കണ്ടിന്യൂ ആയി പോകണം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് പ്രസിഡന്റ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രസിഡന്റ് മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, അതായത് ലിയോണൽ മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സി എന്തുകൊണ്ടാണ് ഈ ഒരു അവാർഡിന് അർഹനായേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവരുടെ ക്ലബ് ലീഗിനെ പ്രൊമോട്ട് ചെയ്തു, അതുപോലെ തന്നെ ആ ക്ലബിൽ കളിക്കുന്നു, അമേരിക്കൻ ക്ലബിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സിക്ക് കൊടുത്തത്. അപ്പോൾ ഇത് ആരും വലിയ ഡിസ്കഷൻ ഒന്നും ആക്കിയില്ല. അതുപോലെ തന്നെ മെസ്സിയും ഈ ഒരു അവാർഡ് മേടിക്കാൻ ഡയറക്റ്റ് ആയി വന്നില്ല, അതായത് മറ്റു തിരക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ അവാർഡ് സെറമണി അവോയ്ഡ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 പേരുകളാണ്. ഒന്ന് ഹിലാരി ക്ലിന്റനും അതുപോലെ തന്നെ ജോർജ് സോറസ്. അതെ, കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ള BJP സർക്കാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അദാനി ഇത് എന്റർപ്രൈസിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ പറയുന്ന ഒരു പ്രധാന വിമർശനമാണ് അമേരിക്കയും ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മറ്റു രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി നശിപ്പിക്കാനും, അതുപോലെ തന്നെ മറ്റു രാജ്യത്തിന്റെ ബില്യനറുകളെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ BJPയും അതുപോലെ തന്നെ അദാനി മാത്രമല്ല പറയുന്നത്. ലോകത്ത് എവിടെയെല്ലാം റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഉണ്ടോ ആ പൊളിറ്റിക്സിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇത് ശക്തമായി വിമർശിക്കുന്നതാണ്. ഇത് അമേരിക്കയിൽ തന്നെ, അതായത് ഈ ട്രംപ്, എലോൺ മസ്ക് എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരാളും കൂടിയാണ്. അതായത് ഈ ഹിലാരി ക്ലിന്റനും അതുപോലെ തന്നെ ഈ ജോർജ് സോറസും ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റും. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്ലിന്റൺ ഫാമിലിക്കും ഒരു NGO ഉണ്ട്, അതുപോലെ തന്നെ ഈ ജോർജ് സോറസിന് NGO ഉണ്ട്. അമേരിക്കൻ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ഈ NGOയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യും. ഈ NGOയും ഡീപ് സ്റ്റേറ്റും കൂടെ ചേർന്നുകൊണ്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് ഡീപ് സ്റ്റേറ്റിന് കാശ് കൊടുക്കുന്ന രീതിയല്ലാതെ ഇവർ ഇൻഡയറക്റ്റ് ആയി കൊടുത്തുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അവസരങ്ങളും ഇവർ ഒരുക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ബംഗ്ലാദേശിൽ ഏകദേശം 4 വർഷത്തോളം എടുത്ത പ്ലാനാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ജോർജ് സോറസിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. എന്ത് മഹത്തായ കാര്യമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നുമില്ല, അമേരിക്കൻ ഗവൺമെന്റിനെയും അമേരിക്കൻ ഷാഡോ ഗവൺമെന്റിനെയും എല്ലാം കൂടെ ഈ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി സഹായിച്ച ഏറ്റവും വലിയ ഒരാളാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ആയി പറയാത്ത മീഡിയ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവർ മുൻപൊരാൾക്ക് കൊടുത്തിരുന്നു, അതായത് മുഹമ്മദ് യൂനിസ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞൂടെ? അതായത് ബംഗ്ലാദേശിന്റെ ഇമ്പോർട്ടന്റ് ആയി ഇറക്കിയ, അതായത് ഒരു പ്രസിഡന്റ് ആയി മാറിയിരിക്കുകയാണ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇവർക്ക് അനുകൂലമായി ആൾക്കാരെല്ലാം ഇവർ ഓൾറെഡി സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുകയും, ഇപ്പോൾ പറയുകയാണെങ്കിൽ ജോ ബൈഡന് പണ്ട് ബറാക് ഒബാമ കൊടുത്തതാണ്. അതേപോലെ തന്നെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് കൊടുത്തുകൊണ്ട് അവരെ ഈ ലോകത്ത് വലിയൊരു മഹത്തായ വ്യക്തികളായി കാട്ടുകയാണ്. അതായത് ഇന്ത്യയിൽ എങ്ങനെ ഒരു ഭാരതത്തിനെ കൊടുക്കുന്നോ അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്, എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത് ഉള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണേലും കൊടുക്കാം. പ്രത്യേകിച്ചും ഈ ഡീപ് സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡെമോക്രാറ്റ്സ് അവർക്ക്, അതായത് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ അവർക്ക് വാരി വാരി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള പല, അതായത് റൈറ്റ് വിങ് പൊളിറ്റിക്സിലുള്ള ആൾക്കാരും ഇതിനെ കണ്ട് അവർ ചിരിക്കുകയും അതുപോലെ തന്നെ കുറെ ട്രോൾസ് എല്ലാം ഇറക്കി. അമേരിക്കയിൽ തന്നെ എലോൺ മസ്ക് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലും വലിയ പ്രാന്ത് ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ശക്തമായാണ് വിമർശിക്കുന്നത്.
ജോർജ് സോറസ് എന്താണ് അമേരിക്കയ്ക്ക് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസ് ഫ്രീഡവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഫ്രീഡമും ഇൻഡെക്സും എല്ലാം തന്നെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഒരു ഡെവിൾ ഫേസ് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് ജോർജ് സോറസിനെ എല്ലാവരും കാണുന്നത്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ പാർട്ടിയിലെ റിപ്പബ്ലിക്കൻസ് പറയുന്നത് എന്താ വെച്ചാൽ അതായത് അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും വലിയൊരു ബ്ലാക്ക് മാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ ഇത് വാരി കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഡെമോക്രാറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ അതായത് അവർക്ക് വേണ്ടി ഇദ്ദേഹം കുറെ ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ക്യാമ്പയിൻ ആയിക്കോട്ടെ, ഇപ്പോൾ UK-യിലുള്ള അതായത് ഇപ്പോൾ റൈറ്റ് വിങ് അതായത് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇവർക്ക് കുറെ സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇപ്പോൾ കോൺഗ്രസിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെല്ലാം തന്നെ ഇവരെ സഹായിക്കാൻ ഇവർ എപ്പോഴും റെഡിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ ഇദ്ദേഹം കുറേയധികം സഹായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ അല്ലെങ്കിൽ അതിന് ഒരു പ്രത്യുപകാരമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ യാതൊരുവിധ സംശയവുമില്ല.